ഞാൻ നന്നായിട്ട് വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ മാത്രമല്ലടോ, എൻ്റെ മുടിയും വെളുത്തു ഗൈസ്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ടല്ലോ, കോഫി പൗഡർ, മുട്ട, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നൊരു ഫേസ് പാക്കില്ലേ, പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഞാൻ ആ ഒരു ഹാക്ക് കണ്ടതിന് ശേഷം ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പം ഇന്ന് എന്തൊക്കെയോ വീഡിയോ ഒക്കെ കണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മുട്ട ഇരിപ്പുണ്ട്, കോഫി പൗഡറും ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാവരുടെ കയ്യിലുണ്ടാവും, ടിഷ്യൂ ഓൾറെഡി ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ടിഷ്യൂ വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ട് ടിഷ്യൂ നിലവിലുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അതൊക്കെ ചെയ്യുമ്പം നമ്മളെ മൂഡ് ഡൈവേർട്ട് ആവും, പിന്നെ നമുക്ക് തന്നെ ഒരു ഉന്മേഷം കിട്ടുന്ന പോലെ തോന്നുമല്ലോ. അങ്ങനെ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം ആദ്യം മുട്ടയും നമ്മൾ കുറച്ച് കാപ്പിപ്പൊടിയും, ഒരു 5 രൂപേൻ്റെ പാക്കറ്റിൽ പകുതി എടുത്തിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ പകുതി ഇല്ല, അതിലും കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത്, എന്നിട്ട് അതിന് ശേഷം അത് ആദ്യം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ആദ്യം മുറിച്ച് കഷ്ണാക്കി വെക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതെടുക്കുമ്പം കൈമേൽ പറ്റി കളിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് മുറിച്ചാൽ കിട്ടുമല്ലോ. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒന്ന് വെള്ളം നനയുമ്പോഴത്തേക്ക് മുറിഞ്ഞ് കളിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യമേ മുറിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയും. ഞാൻ ആദ്യം ഒരിക്കൽ അങ്ങനെ വിചാരിച്ചതാണ്. പിന്നെ ഇതിട്ട് ഇത് ചെയ്യേണ്ട ആക്രാന്തത്തിൽ ഒന്നും മുറിച്ചൊന്നും വെക്കാണ്ട് അങ്ങനെ അങ്ങ് കൈനെ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫേസിൽ മാസ്ക് വാങ്ങിക്കുന്നില്ലേ നമ്മൾ, ആ മാസ്കിന് എന്തെങ്കിലും പറയുക, ഇതേപോലെ തന്നെ ഇതാക്കുന്ന ടൈപ്പ് മാസ്ക് ഉണ്ടല്ലോ. അപ്പം കണ്ണും മൂക്കൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട്, മൂക്കിൻ്റെ ഹോളൊക്കെ ഗ്യാപ്പിട്ട് ചുണ്ടൊക്കെ ഗ്യാപ്പുള്ള ആ രീതിയിലൊന്നും ടിഷ്യൂവിന് മുറിച്ച് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ട് ഇന്ന് ചെയ്യുന്ന സമയത്തേക്ക്. ആദ്യത്തെ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത ലെയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഇത് ഒട്ടി നിന്നല്ലോ, വേഗം തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ലെയറും അങ്ങ് ഇട്ട്. അപ്പം ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് പണി ചെയ്യേണ്ടത്. ഇത് ഉണങ്ങി കിട്ടേണ്ടത്. ഇത് ഉണങ്ങി കിട്ടിയാലല്ലേ നല്ലോണം നമ്മളെ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊക്കെ റിമൂവായി വരുള്ളൂ. ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ് ഫേഷ്യൽ ഹെയറും ഇതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ്. പക്ഷേ എനിക്കത്ര വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊന്നും ഇല്ല. എന്നാലും എന്തായാലും ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ മുഖത്തൊന്ന് തടയി നോക്കുമ്പോൾ എവിടെയൊക്കെയോ തരി പോലത്തെ കുരുകളെല്ലാം ഉണ്ടാവുമല്ലോ. ഞാൻ അതിലിടക്ക് കുഞ്ഞിമത്തിയാണ് കിട്ടിയത്. അത് വേഗം മുറിച്ച് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേഗം ചെയ്യും. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഇതങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കില്ല. അല്ലാണ്ട് ഇതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് ഉണങ്ങുകയോ ഇല്ല, നമ്മളൊരു പണി നടക്കുകയോ ഇല്ല. അതിനേക്കാളും നല്ലത് ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയും കൂടി ചെയ്യുന്നതല്ലേ. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് മീനെല്ലാം മുറിച്ച് വെക്കാം എന്നിരിച്ച് അങ്ങനെ. ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ, അല്ല സിങ്ക് ഉണ്ട്. പിന്നെ അത് അവർ കെട്ടിയത് തന്നെയാണ്, ടൈലിനെ കൊണ്ട് കെട്ടിയതാണ്. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് മഞ്ഞ പൈപ്പിലേക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഡയറക്റ്റ് പിന്നെ സിങ്കിലേക്ക് വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ അങ്ങ് കഴുകിയെടുക്കാം മീനിനാന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഇവിടുന്ന് കഴുകുന്നത്. ഇതുപോലത്തെ ഒരു ഹാക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2-3 കൊല്ലം മുന്നേ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ അന്ന് കോഫി പൗഡറില്ല, വെറും മുട്ടേൻ്റെ അതും മഞ്ഞ എടുക്കാണ്ടാവുന്നൊന്നും ചെയ്തിട്ടുള്ളത്. മുട്ടേൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട്, ഞാനിത് മഞ്ഞ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്മെല്ലുണ്ടാവുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർ ഹാക്കിലിനി വെള്ളയും മഞ്ഞയും എടുക്കുന്നുണ്ടോയെന്നോ അതും എനിക്ക് ഓർമ്മയില്ല. ഞാൻ സത്യത്തിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ ഇതേപോലെ തന്നെ പിന്നെ ആദ്യം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാനും ആദ്യം കൂടിയിട്ട് അതിക്ക് ഇട്ടുകൊടുത്ത് ഞാനും ഇട്ടുകൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതേപോലെ ഒരുപാട് ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടും പിന്നെ ആദ്യം ഉണങ്ങി അങ്ങനെ എന്തോ ഒരു ഓർമ്മയുണ്ട് ഈ ഒരു ഹാക്ക് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഈ പ്രാവശ്യം ആദ്യം വരുന്ന സമയത്ത് ഓനൊന്നും കൂടി ഇത് ചെയ്ത് കൊടുക്കണം എന്ന് ഇരിക്കുന്നുണ്ട്. അതുപോലെ പൊന്നു നാട്ടിലേക്ക് വരുന്നുണ്ട്, ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പൊന്നൂനും ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇത് ചെയ്യുമ്പോഴുള്ളൊരു മാറ്റം നിങ്ങൾക്കും കൂടി മനസ്സിലാവുമല്ലോ. ഞാൻ വേഗം വന്നിട്ടപ്പോൾ പിന്നെ തേങ്ങയിലരായി, ഇത് ഉണങ്ങുന്നവരെ കാത്തു നിൽക്കണ്ടേ. അപ്പം വേഗം തേങ്ങയിലായി, പിന്നെ മീൻ മുറിച്ചത് ഇങ്ങനെ അകത്തെടുത്ത് ഉണ്ടാക്കി ബാക്കിയുള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ പെട്ടെന്ന് തന്നെ അത് പെരക്കി വെക്കാമെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരിക്കാനും കൂടി വേണം. ചില സമയത്ത് പിന്നെ കറി വെക്കുന്നത് മാത്രമാണെങ്കിൽ ഞാനിങ്ങനെ പെരക്കിയൊന്നും വെക്കില്ല, ഡയറക്റ്റ് കറിയിലേക്ക് അങ്ങ് ഇടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ തേങ്ങയിലേക്ക് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകമൊന്നും ഇട്ടിട്ടില്ല. സാധാരണ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ എന്താ പറയുക പുളിയും ഇട്ടിട്ടാണ് അരച്ചിട്ടുള്ളത്. പുളി പിയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ പുളി പിയ്യാന്നെല്ലാം പറയുന്നത് ഒരു പരാന്ത് പിടിച്ച പണിയാണ്.
അപ്പോഴേക്കും ഒരു ഫോൺ വന്നിനേനെ. ഫോൺ വന്നിട്ട് സംസാരിക്കുന്ന സമയത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് വെലിഞ്ഞ് പിടിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഉണങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ താടിയെന്ന് പറിച്ച് നോക്കുന്ന സമയത്തേക്ക് ഉണങ്ങിയിട്ടില്ല. പിന്നെ നെറ്റി നോക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിനേനും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പണിയെടുക്കുമ്പോൾ സമയത്ത് മേലേക്കുള്ളതെല്ലാം താഴോട്ടേക്കും ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ട്. ഇത് വെള്ളം പോലത്തെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഒലിച്ച് താഴേക്ക് താടീൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടാണ് തോന്നുന്നു താടീൻ്റെ അടുക്ക് അധികം ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഈ മൂക്കിൻ്റെ സൈഡിലും ഈ എന്താ പറയുക നമ്മളെ ചുണ്ടിന് മേലേലും ഇല്ലേ അടിയെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിനേനു. അപ്പം ഇത് അയച്ചതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഭയങ്കര സംഭവമാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തോ ഒരു ഭയങ്കരമായിട്ട് കളറ് കൂടിയതുപോലെയോ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പറയുന്ന പോലെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും വന്നിനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കാണിച്ചു തരാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ആ ഭാഗത്തൊക്കെ അധികം ഉണങ്ങാത്തതുകൊണ്ട്. പക്ഷേ എങ്കിൽ ഇതും ആദ്യം മുഖം കഴുകാത്തതുള്ള ഇത് മുഖം കഴുകിയതിന് ശേഷമുള്ളതും. ഇത് സൺലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിലെടുക്കുന്നതാണ്. റിംഗ് ലൈറ്റും കാര്യങ്ങളിലൊന്നുമല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നു. അത്രയും നല്ല ഹാക്കാണ്. അപ്പം ഇതെല്ലാം കഴുകി മുഖമെല്ലാം കഴുകി വന്നതിന് ശേഷം വേഗം പൊരിക്കാനെല്ലാം എടുത്ത് വെച്ച് അപ്പുറത്തെ അടുപ്പിൽ ചോറിൻ്റെ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളതിനെ കൊണ്ട് ഞാനങ്ങ് ഒപ്പിച്ച് വൈകുന്നേരം നാശട്ടം വരുമ്പോഴത്തേക്കല്ലേ പിന്നെ വേണ്ടുള്ളൂ വിചാരിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. സത്യം പറഞ്ഞില്ലേ എനിക്ക് ആ ഹാക്ക് ചെയ്തിട്ട് എനിക്ക് ഇത് പെട്ടെന്ന് ഒരാളെ കാണിച്ചു കൊടുക്കാനും ഇല്ല. എന്നിട്ട് ലാസ്റ്റ് പാറുവിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ പൊന്നുവിനെ കുറേ ദിവസമായി ഇപ്പോൾ പൊന്നുവിനെ വീഡിയോ കോൾ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പൊന്നുവിനെ വീഡിയോ കോളെല്ലാം വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയെല്ലാം ചെയ്ത് എനിക്കൊരു ഇതാരോടെ പറയേണ്ടത് ഇതാരോട് ആശാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര ഏഷ്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ പാറു ഇവിടെ ഉണ്ടായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് കാണണം. അല്ലാണ്ട് പിന്നെ ഇന്ന് ചോദിക്കുകയും ചെയ്തു നമ്മൾ എന്തെങ്കിലും മുഖത്ത് ചെയ്തിനോ കുളിച്ചിട്ടാണോ കൂട്ടാൻ വന്നതെന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിനേന്. ചിലപ്പോൾ ഞാൻ അവളെ കുളിക്കുന്നതിന് മുന്നേ പോയിട്ട് കൂട്ടിയിട്ട് വരും. കാരണം നടക്കുമ്പോൾ പിന്നെ വേർത്ത് പിന്നെ വന്ന് മുറ്റയിലടിക്കുമ്പോഴേക്ക് പിന്നെ വേർക്കണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അമ്മ എന്തെങ്കിലും ചെയ്തിനോ ഇങ്ങനെ എന്തെല്ലോ ഒരു സംശയം പോലെ ഒരു ചോദിച്ചിന്. അല്ലാണ്ട് വേറെ മുഖത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റം വന്നത് ഓക്ക് തോന്നിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കറീൻ്റെതെല്ലാം അരച്ച് കലക്കിയെല്ലാം വെച്ച് പെട്ടെന്ന് ഇനി കറിയെല്ലാം വെക്കാൻ നോക്കട്ടെ. പിന്നെ ആ സമയം നോക്കുമ്പോഴത്തേക്ക് 3:40 ആയിന്. അപ്പോൾ തന്നെ വേഗം പോയിട്ട് കുളിച്ച്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ കറീൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ കാണിച്ചു തരാൻ. അപ്പോൾ ഇത് പാറുവിനെ കൂട്ടിയിട്ട് നടന്ന് തിരിച്ച് വരുന്ന സമയത്തേക്ക് ഞാൻ എടുത്തതാണ്. അങ്ങനെ നേരെ വരുമ്പോൾ അവിടെ ചെറിയൊരു ബേക്കറി ഉണ്ട്. ചെറുതല്ല, നല്ല വലിയ ബേക്കറി അല്ല, പക്ഷേ എല്ലാ സാധനമുള്ളൊരു ബേക്കറിയാണ്. അപ്പോൾ ആ ബേക്കറി കയറിയിട്ട് പാറുവിന് 2 പഴംപൊരിയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ പാറുവും ഞാനും ഇങ്ങനെ നടന്ന് വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലെല്ലാം പച്ചക്കറിയായിട്ടും വാങ്ങുന്ന ചെറിയൊരു പീടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ റോഡ് എന്ന് പറയുന്നത്. ശക്തി നഗർ എന്ന് പറയും. തൃപ്പൂണിത്തുറ ശക്തി നഗർ എന്ന് പറയുന്ന റോഡിലേക്കൂടെയാണ് പോകേണ്ടത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. കുറച്ച് വീടുകളെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. പാറു നല്ല ക്ഷീണിതായിട്ടാണ് വരിക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താ തിന്നണ്ട് നോക്കിയിട്ടേ വരിക. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടിയിലുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഒപ്പിക്കും. ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പം അത് അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാനും തിന്ന് നാശാണെല്ലാം തിന്നതിന് ശേഷം രാവിലത്തെ പിന്നെ ബാക്കി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ പിന്നെ പഴംപൊരി വാങ്ങിച്ചു. ചിലപ്പോൾ നാശാട്ടം പണി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരും. പക്ഷെ അത് നേരം പോകുമല്ലോ. ഇവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര എന്തെല്ലാം തിന്നാനുള്ളൊരു ആർത്തിയോടെ വരും. പണ്ട് നമ്മളെല്ലാം അങ്ങനെ തന്നെ. ഗൈസ്, കോഫി മാസ്ക് അടിപൊളി സംഭവം കേട്ടോ. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഫേസിലൊന്നും ഇട്ടിട്ടില്ല. ഇത് മാത്രം ചൊട്ടയും തൊട്ടു, ലിപ്സ്റ്റിക്കും തൊട്ടു. ഡാക്സിലറിൻ്റെ 025 എന്ന് പറയുന്ന ഒരു വൈറൽ ലിപ്സ്റ്റിക് ഉണ്ടായിട്ടില്ല, അതായിട്ടുള്ള. പിന്നെ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. മൂക്കിലൊക്കെ ഒരു തെളിച്ചം വന്ന പോലെ തോന്നുന്നുണ്ട്. വേണ്ടോ? ഒന്നാമത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ലെയർ കുറച്ചുകൂടി ഉണങ്ങിയിട്ട് വേണേനും ബാക്കിയുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് ഉണങ്ങുന്നതിന് മുന്നേ ധൃതി കൂടിയിട്ട് ഇട്ടതുകൊണ്ട് അടിഭാഗങ്ങൾ കുറച്ച് ഉണങ്ങിയിട്ടില്ല. പക്ഷേ നെറ്റിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിന് ഇവിടെ താടീൻ്റെ സൈഡിലൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ വൈറ്റ് ഹെഡോ ബ്ലാക്ക് ഹെഡോ ഒന്നും ഒരുപാടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ ഹെയർ ഉണ്ട്, ഫേഷ്യൽ ഹെയർ ഉണ്ട്. പക്ഷെ ഞാനത് റിമൂവ് ചെയ്തിട്ടില്ല, ഇന്ന് വരെയും ചെയ്തിട്ടില്ല. ചെയ്യാനൊരു ടെൻഷൻ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പം ചെയ്യാതെ കൂട്ടറൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ഹാക്ക് തന്നെയാണ്. ഇതുപോലത്തെ എന്തൊക്കെ നല്ല ഹാക്ക് വരുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. അല്ലെങ്കിലും കോഫീൻ്റെത് എനിക്കിഷ്ടമാണ്. ചിലവർക്കൊരു ഇച്ചിങ്ങൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാം.
പിന്നെ ഇനി അരിയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് മാസ്കുകളൊക്കെ ഉണ്ട്. വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ട്രൈ ചെയ്യണം. അത് നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഒരു നവരരി വെച്ചിട്ട് അത് ആയുർവേദ അവർ ചെയ്യുന്ന ഒരു സ്പാ ടൈപ്പ് ചെയ്യുമ്പോൾ അവർ ഫേഷ്യലായിട്ടും ഇതൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ളത് ഒരു ഫേസ് പാക്കാണ്. അത് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അപ്പോൾ ഇത്രയാണ്. അപ്പം ഞാൻ നന്നായിട്ട് വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ മാത്രമല്ലടോ, എൻ്റെ മുടി വെളുത്തു ഗൈസ്, കംപ്ലീറ്റ് നരയാണ്. ടെൻഷനാണ് ഗൈസ്, ടെൻഷൻ. ഇപ്പം ഒന്നുമല്ല, കുറച്ച് കാലമായി നര വരാൻ തുടങ്ങിയിട്ട്. മുടി ഉണങ്ങാതെ ഉണ്ടാട്ടെ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പറവിനെ കൂട്ടാൻ പോകേണ്ടതുകൊണ്ട് അങ്ങ് പോയി. ഇതാ ഇവിടെയൊക്കെ നരച്ചു, നല്ല നരയുണ്ട്. ഞാനങ്ങനെ അധികം കറുപ്പിക്കാനും നിൽക്കില്ല, അധികം ഹെന്നയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ മറ്റേ ഈ സംഭവമില്ലേ, ഞാൻ മുടി ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഹെന്ന ചെയ്യാൻ പാടില്ല. ഹെന്ന ചെയ്താൽ നമ്മൾ ഇത് തലയിലൊരിക്കലും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പാറു എത്തി നോക്കിയിട്ട് പോയി. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് കിട്ടില്ല, പോലും എഫക്റ്റ് കിട്ടില്ല ഹെന്ന ചെയ്യുന്ന ആൾക്കാർക്ക്. അതിൻ്റെ മേലെ ഇങ്ങനെ കോട്ടിംഗ് ആയിട്ട് നിൽക്കും, അതുകൊണ്ട് ഹെന്ന ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹെന്നയാണ്. അപ്പം ഹെന്നയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കൽ. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇത് ചെയ്തതിൽ എനിക്ക് കിട്ടിയൊരു റിസൾട്ടിൻ്റെ പുറത്ത് കളിക്കുന്ന ഒരു കോപ്രായങ്ങളാണ്. അപ്പോൾ അതെനിക്ക് കളയണ്ടാന്ന് തോന്നി, അവിടെ നിൽക്കട്ടെ വിചാരിച്ചു. എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മുടിയിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ചോറുണ്ടായിന്, അതിനെക്കൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2 അടിയും കൂടി അടിച്ചിട്ടും എടുത്തു കഴിഞ്ഞാൽ നല്ലോണം അടിഞ്ഞ് വരുമല്ലോ. പായസത്തിലെല്ലാം നല്ലോണം അരി നല്ലോണം അടിഞ്ഞാലല്ലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആ ഒരു ചോറിന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചോറ്റാനിക്കരയിൽ നിന്ന് കിട്ടിയ ഒരു ബെല്ലം ഉണ്ടല്ലോ, തുലാഭാരത്തിൻ്റെ, ആ ബെല്ലം വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് പായസം ഒന്ന് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം തന്നെ. അപ്പോൾ ഞാനത് കട്ട പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം ഇത് ഡയറക്റ്റ് പായസത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്ത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ വേസ്റ്റ് ഉള്ളതുപോലെ തോന്നുന്നില്ല, നല്ല വെളുത്ത ബെല്ലല്ലേ കാണുന്നത്. അതുകൊണ്ട് നേരെ തന്നെ അതിൽ ഇട്ട് കൊടുക്കുക ചെയ്ത്. സാധാരണ ചിലപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബെല്ലം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വിസിലും കൂടി എടുക്കും. പക്ഷേ ചിലപ്പോൾ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് പിന്നെ പെട്ടെന്ന് അലിയും ചെയ്യുന്നു. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ബെല്ലത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല, ഈ പഞ്ചസാര ഇതാക്കിയിട്ട് അങ്ങനെ ഉണ്ടയാക്കി എടുത്തതായിട്ട് അമ്മൂന്നരിക്കറിയാം, വേഗം തന്നെ അലിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിനേനും. പിന്നെ ഇതിലേക്ക് ഇനി കാര്യമായിട്ടൊന്നും ഇടുന്നില്ല, കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറവായിരിക്കുമല്ലോ, അതപ്പോൾ ഞാനിപ്പം ബെല്ലെല്ലാം നല്ലോണം ഒരുക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ നമ്മളെ തേങ്ങ ചിരകിയത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു പിടി എടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത്. പിന്നെ ബാക്കി എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള തേങ്ങ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച്, നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടില്ല, എന്നാലും പേസ്റ്റ് നല്ലൊരു ഇതുപോലെ ആവാണ്ട് അരച്ചിട്ടും കിട്ടും. അതാകുമ്പോൾ കുഴമ്പ് പോലെ കിട്ടും. തേങ്ങാപ്പാൽ ചേർത്ത ആ ഒരു ടേസ്റ്റ് പായസത്തിന് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പായസമാണ്. ആർക്കും ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനെല്ലാം പറ്റും. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അങ്ങനെ എൻ്റെ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിടക്കൂലേ, അപ്പം നെയ്യ് കുറച്ച് നല്ല കൂടുതലായിട്ട് ഒഴിക്കുക. വറുത്തിടൊന്നും ചെയ്യുന്നില്ല, നെയ്യ് പച്ചക്കന്നെ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. മീൻസ് നമ്മൾ ഇതുണ്ടാവില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാണ്ട് നെയ്യ് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. അത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കണം അരിപ്പായസത്തിലല്ല, എന്നാലേ കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അരിപ്പായസം എന്നൊന്നും പറയില്ല, അത് തേങ്ങേൻ്റെ എന്തോ ഒരു പൊടിയാട്ടോ, ഞാനത് നോക്കി, തേങ്ങേൻ്റെ എന്തോ ഒരു പൊടിയാണ് അത്. അപ്പോൾ കാണുമ്പോൾ എന്തോ ഒരു പോലെ ആയതുകൊണ്ട് ഞാനതിനെ എടുത്ത് വേഗം അങ്ങ് മാറ്റിക്കളഞ്ഞ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കളറില്ലാത്തതുകൊണ്ട് ഒരു പാൽപ്പായസത്തിൻ്റെ ഒരു ലുക്കാണ് അരിപ്പായസത്തിന് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ അതെല്ലാം തണിച്ച് കൊണ്ടുവന്ന് ഞാൻ വേഗം ഹബ്ബ ആക്കാൻ വേണ്ടി നോക്കി. കാരണം ഭക്ഷണം വേഗം തന്നെ കഴിക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് കാലമായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ വേഗം പായസമായപ്പോൾ, പക്ഷേങ്കിൽ ചൂടാറിന് ഞാൻ കുറച്ച് സമയമായി പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഹാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, ചെയ്യാതെ ആൾക്കാർ.
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായസവും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അരി ചോറ് ബാക്കിയുണ്ടെങ്കിൽ വേഗം കുക്കറിൽ 2 അണി വെല്ലം എടുത്തിട്ടിട്ട് അടിച്ച് കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. ഇപ്പോൾ വൈകിട്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചായക്ക് പകരമായിട്ടോ എല്ലാം എന്താ പറയുക കഴിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കേ അല്ലേ ഉള്ളൂ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.